പുതിയ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. PV അൻവർ റിമാൻഡിൽ ആയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ഇത്രയും സമയം മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നത്. PV അൻവർ റിമാൻഡിലേക്ക് പോകുന്നു. DFO ഓഫീസ് തകർത്തതിൽ റിമാൻഡ്. അനൽക്ക കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അനൽക്ക, ഇപ്പോഴും വസതിയിൽ തന്നെ തുടരുകയാണല്ലോ അദ്ദേഹം. അങ്ങനെ അൻവർ റിമാൻഡിലേക്ക് പോകുന്നു. എത്ര ദിവസമാണ് റിമാൻഡ്? മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണ് പുറത്തു വരുന്നത്? നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഈ റിമാൻഡ് ചെയ്തതിനു ശേഷം മഞ്ചേരി സബ് ജയിലിലേക്കാണ് PV അൻവർ MLA കൊണ്ടുപോകുന്നത്. നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാളെ തന്നെ അദ്ദേഹം നിയമവിദഗ്ധരുമായി ആലോചിച്ച് നാളെ തന്നെ കോടതിയിൽ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്തൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാളെ നേരം പുലർന്നാൽ തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ടേക്ക് നീക്കും. ഇപ്പോൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷം ഇവിടെയുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലുള്ള നടപടിക്രമങ്ങൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കനത്ത പോലീസ് സുരക്ഷയിൽ മഞ്ചേരി സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടുന്ന് നേരെ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഈ അദ്ദേഹത്തിനെതിരെയുള്ള ഈ പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കും. അതായത് അദ്ദേഹത്തിന്റെ കൊടുത്തല 4ഓളം DMK-യുടെ പ്രവർത്തകരുമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അദ്ദേഹത്തെ പൂർണ്ണമായി കൊടുക്കാനുള്ള പൂർണ്ണ കുരുക്കാണ് അദ്ദേഹത്തിനെതിരെ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയായിരിക്കും അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരും. കൂടാതെ ഈ PV അൻവർ MLA-യുടെ അറസ്റ്റ് നിലമ്പൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിൽ എന്തോ മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം 2016-ലും 2021-ലും ഇടതുപക്ഷത്തിന്റെ MLA സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയെങ്കിലും ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ CPM-ഉമായും സർക്കാരുമായി തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്കും അതേപോലെ UDF-നോട് അടുക്കാൻ ശ്രമം നടത്തി. അതേപോലെ തന്നെ മറ്റു മുന്നണികളിലേക്ക് ചേക്കാനുള്ള ശ്രമം നടത്തി. ഏതായാലും അതിനുശേഷം അതായത് ഈ വനം വന്യജീവി ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് റാലി നടത്താനിരിക്കെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കരുളായിൽ മണി എന്നൊരു ആദിവാസി യുവാവ് ആനയെ കാട്ടാനോട് ആക്രമണമായിട്ട് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തുന്നതിന് അതിന് നടപടിക്രമങ്ങൾ തുടരുന്നതിന് വലിയ ഇതിന് കാലതാമസം ഉണ്ടായി. അദ്ദേഹത്തിന് ചികിത്സ കിട്ടുന്നതിന് വലിയ കാലതാമസം ഉണ്ടായി. അത്തരമൊരു ഘട്ടത്തിലാണ് DMK പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിലമ്പൂരിലുള്ള നോർത്ത് DFO ഓഫീസിലേക്ക് മാർച്ച് എത്താൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ മാർച്ചിലാണ് പൂട്ടിക്കിടന്ന നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർക്കുകയും ഇത് വലിയ രീതിയിലുള്ള നിയമപ്രശ്നമായി മാറുകയും അദ്ദേഹത്തെ പോലീസ് വലിയ സന്നാഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ സവസതിയായിട്ടുള്ള ഔദായിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അതിനുശേഷം കനത്ത പോലീസ് സുരക്ഷയിൽ വീട്ടിൽ നിന്ന് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം നിലമ്പൂരിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായും അനൽക്ക, ഇപ്പോൾ അവിടെ വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. എത്തരത്തിലാണ് അവിടെ DMK-യുടെ ആൾക്കാരടക്കമുള്ളത്? PV അൻവറിനെ കാത്തു നിൽക്കുകയാണല്ലോ എല്ലാവരും. അവിടെ നടപടിക്രമങ്ങൾ, മജിസ്ട്രേറ്റ് മുമ്പിലുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായോ?
സംഗീത നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് ചുറ്റും മുഴുവൻ DMK പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ DMKയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലുണ്ട്. അല്പനേരത്തിനുള്ളിൽ PV അൻവർ MLA പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്ന് നേരെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ നിലമ്പൂരിൽ ഈ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ മുഴുവൻ DMK പ്രവർത്തകരാണ്. അതായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഇതിലൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ DMK ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് 80% വനമേഖലയാണ്. ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വന്യജീവികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ താമസിക്കുന്ന ഇത്തരം മേഖലയിലേക്ക് കടന്നു കയറി മനുഷ്യരെ കൊല്ലുന്ന ഒരു വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് PV അൻവർ MLA DMK രൂപീകരിക്കുന്നതും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ റാലി നടത്തുന്നതും. അതാണ് ഇപ്പോൾ ഇത്തരം ഒരു ഫോറസ്റ്റ് ഓഫീസ് തകർക്കുന്നതിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ PV അൻവറിന്റെ അറസ്റ്റേക്ക് ഉൾപ്പെടെ നയിച്ചിട്ടുള്ളത്. അദ്ദേഹം അതായത് ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ DMK എങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരും, ആ വിഷയം എങ്ങനെ മലബാറിലെ രാഷ്ട്രീയത്തിൽ എങ്ങനെ അതിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അല്പനേരത്തിനുള്ളിൽ PV അൻവർ MLA മജിസ്ട്രേറ്റിന്റെ വസതിക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്ന് നേരെ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നേരത്തെ ഈ അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ സമയത്ത് തന്നെ ആശുപത്രിക്ക് സമീപം മുഴുവൻ DMK പ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പുറത്തേക്ക് വന്നത്. ഈ ഘട്ടത്തിൽ അതിന് കനത്ത പോലീസ് സുരക്ഷയിലാണെങ്കിൽ പോലും ഈ ആശുപത്രിക്ക് സമീപം തന്നെ വലിയ രീതിയിലുള്ള DMK പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു. കൂടാതെ തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ കടുത്ത രീതിയിലുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ് തന്റെ അറസ്റ്റ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ വീരപ്പനെയും അതേപോലെ കാട്ടുകൊള്ളക്കാർ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം, രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ മജിസ്ട്രേറ്റ് വസതിയിലേക്ക് പ്രവേശിച്ചത്. അതായത് ഈ PV അൻവർ MLA ഉൾപ്പെടെ 11 പേർക്കെതിരാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ വകുപ്പുകളൊക്കെ വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകളാണ്. PDPP ആക്ട് ഉൾപ്പെടെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെ, അതായത് ഏറ്റവും BNS-ലെ പ്രധാനപ്പെട്ട വകുപ്പുകളും PDPP ആക്ടിലെ 3-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിലാണ് PV അൻവർ MLA-ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാർ അതിക്രമിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് സിവിൽ കേസുകൾക്കകത്ത് മാത്രമാണ് ഒരു നിയമസഭാ സാമാജികന് പരിരക്ഷ കിട്ടാറുള്ളത്. എന്നാൽ ക്രിമിനൽ കേസുകൾക്കകത്ത് നിയമസഭാ സാമാജികർക്ക്, അതായത് ജനപ്രതിനിധികൾക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടാറില്ല. അങ്ങനെ നിയമസഭാ അംഗമായിരിക്കെ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പെടുകയാണെങ്കിൽ അത് നിയമസഭാ സ്പീക്കറെ അറിയിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. സിവിൽ കേസുകൾക്കകത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പരിരക്ഷ ജനപ്രതിനിധികൾക്ക് കിട്ടാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് 40 ദിവസം മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം 40 ദിവസത്തിന് ശേഷമോ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്നാൽ ക്രിമിനൽ കേസിനകത്ത് അത്തരത്തിലുള്ളൊരു യാതൊരു പരിരക്ഷയും ജനപ്രതിനിധികൾക്ക് കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ അടക്കം കൃത്യമായി ഇത്തരത്തിലൊരു ജനപ്രതിനിധികൾക്ക് കിട്ടേണ്ട പരിരക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നത് ഈ മജിസ്ട്രേറ്റ് വസതിയിലുള്ള അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ PV അൻവർ MLA പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്ന് നേരെ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകാൻ. ഈ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. ഇതിലേറെ DMKയുടെ പ്രവർത്തകരാണ്, അനുയായികളാണ്. അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നേരത്തെ അഭ്യാസം ചെയ്ത് പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പോലും അത്തരത്തിലൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം. കനത്ത പോലീസ് സുരക്ഷയുമുണ്ട്. MSP ക്യാമ്പിന് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. കനത്ത പോലീസ് സുരക്ഷയിലാണ് മജിസ്ട്രേറ്റിന്റെ വസതിയും പരിസരവും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഒരല്പനേരങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സംഗീത. ശരി അനൽക്ക.